ഏവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ. പ്രമേഹം അങ്ങേ അറ്റമെത്തും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഉപയോഗം ഇങ്ങനെയാണെങ്കിൽ, പ്രമേഹം എന്ന രോഗാവസ്ഥ പലരും വളരെ നിസ്സാരമായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. എന്നാൽ ഇത് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നതാണ് ആരോഗ്യത്തിനെന്നത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല താനും. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് പ്രമേഹം. അമിതമായ പ്രതിസന്ധികൾ ആരോഗ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട് താനും. പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ പ്രമേഹം ഗുരുതരാവസ്ഥ സൃഷ്ടിക്കുന്നു. അതിൽ പലരും ഒഴിവാക്കാതെ കഴിക്കുന്ന ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പാണ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുമെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ വർദ്ധിപ്പിക്കുന്നതിന് പലപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാര അതിവേഗം വർദ്ധിക്കുന്നതിലേക്ക് പലപ്പോഴും ഇത്തരം ഡ്രൈ ഫ്രൂട്ട്സുകൾ കാരണമാകുന്നുണ്ട്. പ്രമേഹ രോഗികൾ ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഒഴിവാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈന്തപ്പഴം. ഈന്തപ്പഴത്തിൽ സ്വാഭാവികമായും പ്രകൃതിദത്തമായ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവും വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇതിലുള്ള ആവശ്യ പോഷകങ്ങൾ ആരോഗ്യത്തിന് മികച്ചതുമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നതിന് പലപ്പോഴും ഈന്തപ്പഴം സഹായിക്കുന്നു. പ്രമേഹ രോഗികളുടെ കാര്യത്തിൽ ഈന്തപ്പഴം കഴിക്കുന്നതിലെ എണ്ണം വളരെയധികം ശ്രദ്ധിക്കണം. പൂർണ്ണമായും ഒഴിവാക്കിയാലും നല്ലതാണ്. ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയാണ് പലരും സ്ഥിരമായി കഴിക്കുന്ന ആരോഗ്യകരമായ ഒരു ഡ്രൈ ഫ്രൂട്ട്സ്. ഈന്തപ്പഴം പോലെ തന്നെ ഉയർന്ന അളവിൽ പ്രകൃതിദത്ത പഞ്ചസാര ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഉണക്കമുന്തിരിയിൽ. ഇതിൽ കലോറിയും വളരെയധികം കൂടുതലാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന്റെ കാര്യത്തിൽ ഇത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പ്രമേഹ രോഗികൾ സ്ഥിരമായി ഇവ ഒഴിവാക്കുന്നത് നല്ലതാണ്. അത്തിപ്പഴം. പ്രമേഹ രോഗികൾ അത്തിപ്പഴം, പ്രത്യേകിച്ച് ഉണങ്ങിയവ കഴിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നു. കാരണം ഇവയിൽ പ്രകൃതിദത്ത പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവയിൽ ധാരാളം നാരുകളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ വലിയ അളവിൽ കഴിക്കുമ്പോൾ അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. പ്രമേഹ രോഗികൾ അല്ലാത്തവർക്ക് പലപ്പോഴും ഇതൊരു മികച്ച കൂട്ടിച്ചേർക്കൽ കൂടിയാണ്. ആപ്രിക്കോട്ട്. ഉണങ്ങിയ ആപ്രിക്കോട്ടിൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടുതലാണ്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. എന്നാൽ പഴുത്ത ആപ്രിക്കോട്ട് ആരോഗ്യകരമായതാണ്, കാരണം അവയിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ്. എന്നാൽ ഉണങ്ങിയവ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അല്പം ശ്രദ്ധിക്കുക തന്നെ വേണം. പ്ലം. ഉണങ്ങിയ പ്ലം ആണ് പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട മറ്റൊരു ഫ്രൂട്ട്. കാരണം ഇതിൽ സ്വാഭാവിക പഞ്ചസാരയും കലോറിയും കൂടുതലാണ് എന്നത് തന്നെയാണ് ഏറ്റവും മികച്ച പ്രതിസന്ധി. ഇവ പലപ്പോഴും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കുന്നു. ഇത് ദഹന ഗുണങ്ങൾ നൽകുന്നതാണെങ്കിലും പലപ്പോഴും പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. മാങ്ങ. ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള മറ്റൊരു ഡ്രൈ ഫ്രൂട്ട് ആണ് ഉണങ്ങിയ മാങ്ങ. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ പഞ്ചസാര പഴത്തിൽ തന്നെ പറ്റിച്ചേർന്ന് വർദ്ധിക്കുന്നു. ഇത് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഇടയാകും. എന്നാൽ ഇത് കൂടുതൽ കഴിക്കുമ്പോൾ പ്രമേഹ രോഗം കൈവിട്ടു പോകുന്നു. ഉണങ്ങിയ പൈനാപ്പിൾ. ഉണങ്ങിയ മാമ്പഴത്തിന് സമാനമായി ഉണക്കിയ പൈനാപ്പിൾ പലപ്പോഴും പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ബാധിക്കുന്നതിനും കാരണമാകുന്നു. ഉണക്കിയ പൈനാപ്പിളിന്റെ ഗ്ലൈസീമിക് സൂചിക വ്യത്യാസപ്പെടാം, പക്ഷെ മിതമായതും ഉയർന്നതുമാണ്. മധുരമുള്ള ക്യാൻബറികൾ. വാണിജ്യപരമായി മധുരമുള്ള ക്യാൻബറികൾക്ക് പഞ്ചസാര ചേർക്കാം. ഇത് ഉയർന്ന കാർബോഹൈഡ്രേറ്റ് ഉള്ളടക്കത്തിനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിലുള്ള സാധ്യതകൾക്കും കാരണമാകുന്നു. മധുരമുള്ള ക്യാൻബറികളുടെ ഗ്ലൈസീമിക് സൂചിക വ്യത്യാസപ്പെടാം, പക്ഷെ സാധാരണയായി മിതമായതും ഉയർന്നതുമാണ്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.